രണ്ടുപേർക്കും പൊതുവായിട്ട് നമ്മളോടാണ് മത്സരമുള്ളത്. മത്സരം എന്ന് വാക്ക് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു MLA അയാളുടെ മണ്ഡലത്തിൽ എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിയമസഭയിൽ അയാൾ എങ്ങനെ പെർഫോം ചെയ്യും, അയാൾ എങ്ങനെ ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് എന്തുകൊണ്ടും പറ്റിയ ഇവിടെ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ട പോലെ പറയാനും ചോദിക്കാനും പോകുന്ന എന്തിനും പോകുന്ന ഒരാളാണ് രാഹുൽ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത്. എന്തോ പുറത്ത് തന്നെ പൊന്നാണ്. അപ്പൊ അകത്തോട്ട് കയറിയുള്ള കാര്യമൊന്നും ആലോചിച്ച് നോക്ക്. അവിടെ പുറത്ത് ഇത്രയും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആളല്ലേ. ഉണ്ട് സ്കിറ്റിനുള്ള പകകൾ കിട്ടും. അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്നും തന്നെ കാര്യമായിട്ട് പറയാനുള്ള ഒരു ഇതില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും സ്കോപ്പില്ല. പിഷാരടി ഈ രാഷ്ട്രീയ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവേശനം ഉടനെ ഉണ്ടാവോ? അയ്യോ, അതൊന്നും ഇപ്പോഴേ പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് സമയം ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ട സമയമാണ്. നടക്കട്ടെ, നമുക്ക് അത് എത്ര വേണേലും കൂടുതലാവാനേ പറ്റുള്ളൂ. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ളതായി പോകില്ലേ. അതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണത്തിനായി പിഷാരടിയും ഇപ്പോൾ വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പം സന്ദീപ് ബാലറ്റുണ്ട്. അങ്ങനെ വലിയ ഒരു താരനിരയെ അണിനിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് റോഡ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അല്പസമയത്തിനകം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക്, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുമെന്നുള്ളതാണ്. ഏറെ എന്തായാലും ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എല്ലായിടത്തും വലിയ ആവേശത്തിലേക്ക് തന്നെ പ്രവർത്തകർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ താരങ്ങളുടെ ഒരു സാന്നിധ്യം കൂടിയാണ് ഇപ്പോൾ UDF ക്യാമ്പിന് അല്പം ഗ്ലാമർ ഏകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പുറത്ത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാം, ജില്ലാ സെക്രട്ടറിയെ കാണാം, മന്ത്രി MP രാജേഷിനെ കാണാം. ഇനിയും നേതാക്കളുടെ നിര അവിടെ വരേണ്ടതുണ്ട്. സരിൻ നല്ല ആവേശത്തോടുകൂടി തന്നെ നേരത്തെ പ്രതികരിച്ചത് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഇതുവരെ പറയാത്തൊരു വലിയ പ്രതികരണത്തിലേക്ക് സരിൻ ഇപ്പോൾ പോയിരിക്കുന്നത്. സാനിയോട് അങ്ങനെയാണ് പറഞ്ഞത്. ഇനിയും പല ഭാഗത്തു നിന്നായി പ്രവർത്തകർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അഷ്കർ അലി കരിമയിലേക്ക്. അഷ്കർ, ഈ പ്രകടനം വരുന്നതിൻ്റെ എവിടെയാണ് അഷ്കർ ഉള്ളത്? ആർക്കൊപ്പമാണുള്ളത്? ഇവിടെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ ഇപ്പോൾ കൊട്ടിക്കലാശം സമാപിക്കാൻ പോകുന്ന ഈ സമയങ്ങളിൽ ഇപ്പോൾ ഇത് നിരവധി പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ്. ഇവിടെ ഇപ്പോൾ UDF പ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം എത്താൻ പോകുന്ന വേദിയാണ് ഇത്. വലവക്കോട് നിന്ന് ആരംഭിച്ച് മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് എത്താൻ പോകുന്നത്. ഇവിടെ